ഇനി 47-ാമത്തെ. അനേകഗിരി സംഭൂത നിമ്നഗേവ മഹോദധിം ഏകം സനാതനം വസ്തു പ്രാപ്യ വിശ്രാമ്യതി സ്വയം. അനേകഗിരി, അനേകം പർവ്വതങ്ങളിൽ നിന്നും, സംഭൂത നിമ്നക ഉദ്ഭവിക്കുന്ന നദി, മഹോദധിം സമുദ്രത്തെ പ്രാപിച്ച് സ്വയം വിശ്രാമ്യതി ഇവ തന്നെത്താൻ വിശ്രമിക്കുന്നത് പോലെ എല്ലാ മതവും ഏകം സനാതനം വസ്തു, ഏകവും സനാതനവുമായിരിക്കുന്ന വസ്തുവിനെ പ്രാപിച്ച് ലയിക്കുന്നു. വളരെ മനോഹരമായ ഒരു ഉപമ. നിങ്ങൾ പർവ്വതങ്ങൾ കണ്ടിരിക്കും, മലകൾ കണ്ടിരിക്കും. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മലമുകളിൽ വീഴുന്ന മഴ ഒഴുകി ചാലുകളായി നദികളായി മാറും. നദികൾ ഉത്ഭവിക്കുന്നതെല്ലാം പർവ്വതങ്ങളിൽ നിന്നാണ്, മലകളിൽ നിന്നാണ്. പല നദികൾ ഒഴുകി ഒഴുകി വന്ന് കടലിൽ ചേരുന്നു. കടലിൽ ചേരുമ്പോൾ ആ കടലിൽ ലയിച്ച് ആ നദികളെല്ലാം ഒന്നായിട്ട് തീരുന്നത് കാണാം. ഏറ്റവും നല്ല ഉപമയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പല ചാലുകളിലൂടെ, പല വഴികളിലൂടെ ഓരോരുത്തരും അവൻ്റെ ലക്ഷ്യമായി ഈശ്വരനിലേക്ക് സഞ്ചരിക്കുന്നു. ഈശ്വരനിലെത്തുമ്പോൾ അവിടെ എല്ലാവരും ഒന്നായിട്ട് തീരും. ഈശ്വരനിൽ എത്തുന്നത് വരെ പലർക്കും പലതരത്തിലുള്ള അഭിപ്രായ ഭേദങ്ങളൊക്കെ ഉണ്ടാകും. ചിലർ പറയും ഞങ്ങൾ നടക്കുന്ന വഴിയാണ് ശരി, ചിലർ പറയും അതല്ല ഞങ്ങളുടെ വഴിയാണ് ശരി. ഇന്ത്യയിൽ തന്നെ പലതരം മാർഗങ്ങളുണ്ട്. യോഗമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്, ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്, കർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്, യജ്ഞമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്, ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്, തന്ത്രമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. ഒരുപാട് വഴികൾ, ആധ്യാത്മിക മതമാർഗങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും ദൈവത്തിലേക്ക് എത്താം. പക്ഷേ നാം സഞ്ചരിക്കുന്ന വഴിയിൽ നാം കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷൻ, സമർപ്പണമാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ ഒരു വഴിയിലൂടെ കുറേ നടന്നതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ചുമ്മാ ഒരു ലക്ഷ്യത്തിലേക്കും ഇല്ലാത്ത വഴിയാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ അതിനെ ഡൗട്ട് എന്ന് പറയും, സ്കെപ്റ്റിസിസം. നിങ്ങൾക്ക് സംശയമായി. ഈ സംശയം നിങ്ങളെ വേറൊരു വഴി അവലംബിക്കുവാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ നടന്ന വഴി ഉപേക്ഷിച്ചിട്ട് വേറൊരു വഴി തിരഞ്ഞെടുക്കും. ആ വഴിയിലും നിങ്ങൾ അവലംബിക്കുന്ന ശീലം നിങ്ങൾ അതിനെ സംശയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയിലൂടെ 100% അർപ്പണത്തോടു കൂടിയിട്ട് സഞ്ചരിക്കാൻ കഴിയുമ്പോൾ മുന്നേറും തോറും നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും, ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും. അല്ലാത്ത പക്ഷം ഒരിക്കലും ലക്ഷ്യപ്രാപ്തി നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് നടന്ന് എല്ലാ വഴികളിലൂടെയും സഞ്ചരിച്ച് ഒരിടത്തും എത്താതെ നിങ്ങൾ ഈശ്വരനെ തന്നെ അവിശ്വസിക്കുകയും ഈശ്വര നിഷേധിയായിട്ട് തീരുകയും ചെയ്യും. മതനിഷേധിയായിട്ട് തീരും, ആധ്യാത്മിക നിഷേധിയായിട്ട് തീരും. പകരം നിങ്ങൾ ഒരു ഭൗതികവാദിയായിട്ട് തിന്ന് കുടിച്ച് ആനന്ദിച്ച് ജീവിതം ആസ്വദിച്ചോളൂ എന്ന് പറയുന്ന തലത്തിലേക്ക് നിങ്ങൾ ചിലപ്പോൾ ചുരുങ്ങിയെന്നും വരാം. അങ്ങനെ പലതരത്തിലുള്ള വിഘ്നങ്ങൾ നമ്മുടെ പാതയിൽ ഉണ്ടാകും. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾക്ക് വേണ്ടത് എന്താണ്? ലക്ഷ്യം ഒന്നെന്നുള്ള ബോധ്യം ഉണ്ടാകും. ഏതിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ ആ ബോധ്യത്തിനാണ് ഏറ്റവും പ്രധാനം. ലക്ഷ്യം പലതല്ല, ലക്ഷ്യം ഒന്നാണെന്നുള്ളത്. അനേകം നദികൾ ഒഴുകി എത്തുന്നത് ഏകമായ സമുദ്രത്തിലേക്കാണെന്നും ആ സമുദ്രത്തിൽ ആ നദി ലയിച്ചു കഴിഞ്ഞാൽ ഇത് കാവേരിയാണെന്നും ഇത് സിന്ധുവാണെന്നും ഇത് ഗംഗയാണെന്നും ആ സമുദ്രത്തിൽ ഒരു വേർതിരിവും അവിടെയില്ല. ആ നദിയുടെ നാമങ്ങളും രൂപങ്ങളും നഷ്ടപ്പെട്ട് ആ നദി സമുദ്രമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. മുണ്ടകോപനിഷത്തിൽ അതിമനോഹരമായ ഒരു ഉപമ ഇതിൽ എഴുതിയിട്ടുണ്ട്. യഥാ നദ്യഃ സ്യന്ദമാനാ സമുദ്രേ അസ്ഥം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാത് വിമുക്തഃ പരാത്പരം പുരുഷമുപൈതി ദിവ്യം.
എങ്ങനെയാണോ ഒഴുകുന്ന നദികൾ സമുദ്രത്തിൽ പതിച്ച് അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ, നാമരൂപങ്ങളെ ഉപേക്ഷിച്ചിട്ട് ആ സമുദ്രത്തിൽ ലയിച്ച് അസ്തമിക്കുന്നത്, ഇല്ലാതായിട്ട് തീരുന്നത്. അതുപോലെ വിദ്വാൻ ജ്ഞാനിയായ ഒരാൾ നാമരൂപങ്ങളെ പരിത്യജിച്ചിട്ട്, നാമരൂപാത് വിമുക്ത, നാമരൂപങ്ങളിൽ നിന്നും വിമുക്തനായിട്ട് പരാത്പരം പുരുഷം, അൾട്ടിമേറ്റായ സത്യമായ പുരുഷനിലെ, ഈശ്വരനിലെ ഉപൈതി, ദിവ്യം പുരുഷമുപൈതി, ദിവ്യമായ പുരുഷനെ, ഈശ്വരനെ പ്രാപിച്ച് ഒന്നായിട്ട് തീരുന്നു. നദികൾ എങ്ങനെയാണോ കടലിൽ ലയിച്ച് നദികൾ അതിൻ്റെ നാമവും രൂപവും ഉപേക്ഷിച്ച് കടലായിട്ട് തീരുന്നത്, അതുപോലെ ജ്ഞാനിയായ വ്യക്തി നാമരൂപങ്ങളിൽ നിന്നും വിമുക്തനായിട്ട് പരമമായ ഈശ്വരനിൽ ലയിച്ച് ഒന്നായിട്ട് തീരുന്നു. ഇതാണ് മതത്തിൻ്റെ സാരം. ഇത്രയും മനോഹരമായ ഒരു ഉപമ, അതുതന്നെയാണ് ഗുരു ഉപനിഷത്തിൻ്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള ഉപമ തന്നെയാണ് ഇവിടെയും ഉപദേശത്തിനായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അനേകം മലകളിൽ നിന്നും പ്രവഹിച്ചു വരുന്ന നദികൾ കടലിൽ ചേർന്ന് ഒന്നായിട്ട് തീരുന്നത് പോലെ നിങ്ങളുടെ ലക്ഷ്യം ഒന്നെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകുമ്പോൾ മതഭേദങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു, മതവിദ്വേഷങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. ലക്ഷ്യത്തിലാണ് നമ്മൾ ഒന്നായിരിക്കുന്നത്. ലക്ഷ്യത്തിനെയാണ് ഗുരു സാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം സാരം എന്നത് ലക്ഷ്യമാണ്. മതത്തിൻ്റെ എല്ലാം ലക്ഷ്യം ഒന്നെന്ന് നമുക്ക് ബോധ്യപ്പെടണം.